ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്ടിവ 3G വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആക്സിലേറ്റർ കേബിൾ റേസ് ആയിട്ട് നല്ല രീതിയിൽ വണ്ടി എഞ്ചിൻ റേസിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിൾ എന്തെങ്കിലും മാറണം. പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയാണ്. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റിംഗാണ് നിൽക്കണേ. നമ്മളിത് കമ്പനി ലൈനർ കിടക്കുന്നത് പരമാവധി അഡ്ജസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർവീസ് വരെ എന്തെങ്കിലും ആ ലൈനർ ഓടിച്ചു അപ്പോൾ നമുക്ക് കൈയോടെ അത് മാറ്റിയിടാം കേട്ടോ. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. പുതിയ ടയർ കിടക്കുന്നത് കംപ്ലൈൻറ്റ് പുതിയ ടയറാണ്, MRF-ൻ്റെ ആണ് കേട്ടോ. വേറെ ഹബിനായാലും വേറെ പറയുന്നതൊക്കെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് എൻ്റെ ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്തത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. വല്ല ഓയിൽ ലീക്കോ കാര്യങ്ങളോ ബെൽറ്റിൻ്റെ കണ്ടീഷനോ അത് ഗ്രീസിങ് ആവശ്യമുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചേക്കുന്നത്. നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നാലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ക്ലച്ചിൻ്റെ ഭാഗം ഇരിക്കുക. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കുറച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുത്ത ബെൽറ്റ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബെൽറ്റ് ഉള്ള പൊടിയൊക്കെ ഒന്ന് എയറടിച്ച് കളഞ്ഞ് റീസെറ്റ് ആകാവുന്നുള്ളൂ. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം വന്ന യൂണിറ്റാണത്. റോളറിൻ്റെ തേമാനം അത്ര പെർഫെക്റ്റ് അല്ല, ഒരു സൈഡൊക്കെ തിരിഞ്ഞ് തേയുണ്ട്. പക്ഷേ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ആ പൊടിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നേരടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. ബെൻഡെക്സും വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും ചേട്ടാ. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിങ്ങൊക്കെ പെർഫെക്റ്റ് ആണ്. നമുക്ക് ആ ക്ലച്ച് ഷൂ ഒക്കെ ഒന്ന് ശരിക്കും വാട്ടർ പേപ്പർ ഒന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. വേറെ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്റർ ആയാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, അത് കേബിൾ ശരിക്കും ഔട്ടർ വലിയ പോയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കേബിൾ മാറ്റിയിടാം. പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ചെളിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ അത് കഴുകണമെന്നില്ല, അതിനുള്ള പ്രശ്നമായിട്ട് തോന്നുന്നില്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത സർവീസിൽ നമുക്ക് നോക്കാം. എന്തെങ്കിലും മഴ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും അഴിച്ച് വാഷ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും മഴയത്ത് ഓടാനുള്ളതല്ലോ, അതിനുള്ള ചെളി ഇല്ല കേട്ടോ. മഴ കഴിഞ്ഞിട്ട് നമുക്ക് സർവീസിന് കയറുന്ന സമയത്ത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിൻറ്റ് ടച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ നോക്കി, വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഈ ഷോക്ക് ചെറിയൊരു ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. കംപ്ലയിൻ്റ് ഒന്നും ഇപ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല, ചെറിയൊരു സ്റ്റാർട്ടിങ് ആണത്. പിന്നെ ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഫ്രണ്ട് ബ്രേക്ക് ഷൂ ആണത്, ബ്രേക്ക് ഷൂൻ്റെ ഭാഗമായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ മതി, ഒന്ന് വാട്ടർ പേപ്പറിലൊന്ന് പിടിച്ച് ഉരച്ച് ആ ഒരു പൊടി കയറുന്ന പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സോൾവ് ചെയ്താൽ. ഫ്രണ്ട് ടയറായാലും പുതിയ ടയർ ഉണ്ടാവും, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബിനും വേറെ പറയുന്നത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ബെയറിങ്ങിൻ്റെ ഭാഗവും ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നത് കേട്ടോ. വണ്ടി സെൽഫ് എടുക്കണതൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നമുക്ക് ബാറ്ററി 2021 മോഡലാണ് ഇത് ഇരിക്കുന്നത്. ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ 12.5 വോൾട്ട് നമുക്ക് അതിൻ്റെ വോൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്, പക്ഷേ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കാം. കാരണം സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് ബാറ്ററി പ്രശ്നം കാണിക്കുള്ളൂ. ഫോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും, കാരണം വോൾട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വർക്ക് ചെയ്യും. സെൽഫിൻ്റെ പ്രശ്നം ബാറ്ററിയുടെ ഇതുകൊണ്ടോ കാണിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗാണ് കിടക്കുന്നത് കേട്ടോ. എഞ്ചിൻ ഓയിലും കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ വാഷിംഗ് ഓപ്പണായിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാം, കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും. ഓക്കെ, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.